സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിർത്താൻ കോൺഗ്രസിന് ഒരു ഉദ്ദേശവുമില്ല. ഒരു മാങ്കൂട്ടത്തിലിൽ അത് അവസാനിക്കുന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പലരോടുമുള്ള പെർവേർട്ട് കഥകൾക്ക് ശേഷം തിരുവനന്തപുരത്ത് നിന്നും മറ്റൊരു പീഡകന്റെ മുഖം മൂടി കൂടി അഴിഞ്ഞു വീഴുന്നു. തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്കിളിനാണ് പുതിയ കോൺഗ്രസ് രാക്ഷസൻ. മാങ്കൂട്ടം പ്രവർത്തിച്ച അതിക്രമങ്ങൾക്ക് സമാനമായ ക്രൂരതയാണ് ജോസും പ്രവർത്തിച്ചത്. പെരുമ്പഴുതൂർ സ്വദേശിനിയായ വീട്ടമ്മയുടെ ആത്മഹത്യയാണ് ഈ പെർവേർട്ടിന്റെ മുഖം തിരിച്ചറിയാൻ ഇപ്പോൾ കാരണമായത്. ഒരു ബേക്കറി തുടങ്ങി ജീവിതം എങ്ങനെയെങ്കിലും കരുപിടിപ്പിക്കാൻ പാടുപെട്ട ഈ വീട്ടമ്മയ്ക്ക് സഹകരണ സംഘത്തിൽ നിന്നും ലോൺ തരപ്പെടുത്തി കൊടുക്കാമെന്ന് ജോസ് പറഞ്ഞു. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി സ്ഥിരം അധ്യക്ഷൻ എന്ന നിലയിൽ ഇയാളുടെ വാക്കുകൾ ആ വീട്ടമ്മ വിശ്വസിച്ചു. രേഖകൾ ഒപ്പിട്ട് നൽകിയതോടെ ജോസ് ഫ്രാങ്കിളിന് അയാളുടെ തനി നിറം കാണിച്ചു. ലോൺ ശരിയാക്കാൻ ലൈംഗിക താല്പര്യത്തോടെ വീട്ടമ്മയെ സമീപിക്കാൻ തുടങ്ങി. ശല്യം നിരന്തരം തുടർന്നു. ബേക്കറിയിൽ ആളുകൾ ഉള്ളപ്പോൾ പോലും വന്ന് ആഭാസത്തരം കാണിക്കാൻ ഇയാൾ തുടങ്ങി. ഇതൊരു നിത്യസംഭവമായതോടെ വീട്ടമ്മ ജീവനൊടുക്കി. കൃത്യമായി ജോസിന്റെ പേരെഴുതി വച്ചാണ് വീട്ടമ്മ ആത്മഹത്യ ചെയ്തത്. വീട്ടമ്മയുടെ ആത്മഹത്യയോടെ ജോസിന്റെ പ്രവൃത്തികൾ ഓരോന്നായി സമൂഹം ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം പുറത്തു വരുന്നത്. 2020 നെയ്യാറ്റിൻകര സ്വദേശിയായ ഒരു യുവതിയോട് ഇയാൾ സൗഹൃദം സ്ഥാപിച്ചു. സാമ്പത്തിക പ്രയാസമുണ്ടെന്ന് കാണിച്ച് യുവതിയെ നിർബന്ധിച്ച് എറണാകുളത്തെത്തിച്ച് അവരുടെ ഒരു വൃക്ക അവയവ മാഫിയയ്ക്ക് ലക്ഷങ്ങൾക്ക് വിറ്റു. അതിൽ നിന്ന് ഒരു രൂപ പോലും ആ യുവതിക്ക് കിട്ടിയില്ല. ആവശ്യം കഴിഞ്ഞതോടെ ജോസ് യുവതിയെ ഉപേക്ഷിച്ചു. തുടർ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ആ യുവതിയും ഒടുക്കം ആത്മഹത്യ ചെയ്തു. അന്ന് കോൺഗ്രസ് അന്വേഷണ കമ്മീഷനെയൊക്കെ വച്ച് നടപടി നോക്കിയെങ്കിലും നേതാക്കളുടെ ഇടപെടൽ മൂലം ഒന്നും ഉണ്ടായില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനും സമാനമായ നടപടിയാണ് കോൺഗ്രസ് നൽകിയത്. രാഹുലിന്റെ നേരെ സ്വീകരിച്ച നടപടികൾ പേരിനു മാത്രമാണെന്ന് ഇപ്പോൾ കേരള ജനതയ്ക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ആ പൊളിറ്റിക്കൽ പെർവേർട്ട് ഇപ്പോൾ പാലക്കാട് കറങ്ങി നടക്കുകയാണ്. 2020 മാതൃകാപരമായി ജോസ് ഫ്രാങ്കിളിനെ ശിക്ഷിച്ചിരുന്നെങ്കിൽ, നടപടി എടുത്തിരുന്നെങ്കിൽ 5 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് മറ്റൊരു യുവതിക്ക് ദാരുണമായി അവരുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ അഴിച്ചുവിട്ട കോൺഗ്രസിന് ജോസിന്റെ പാഠം ഒരു തരത്തിലും മനസ്സിലാകില്ലെന്നറിയാം. എന്നാലും രാഹുൽ മാങ്കൂട്ടം അയാളുടെ സ്ത്രീ ചൂഷണം അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല, ജോസിനെ പോലെ. കാരണം രണ്ടുപേരെയും ആഴത്തിൽ ബാധിച്ചിരിക്കുന്നത് ക്രിമിനൽ ലൈംഗിക രോഗമാണ്. ഒരു കാലം കഴിഞ്ഞ് ആൾക്കാരൊക്കെ എല്ലാം പതിയെ മറന്നു വരുമ്പോൾ മുത്തേ ചക്കരയെ മെസ്സേജുകളുമായി രാഹുൽ വീണ്ടും ഇറങ്ങും. അപ്പോഴും കോൺഗ്രസ് സംരക്ഷിക്കും, ജോസിനെ സംരക്ഷിച്ചതുപോലെ. സ്ത്രീചൂഷകന്മാരായ ജനപ്രതിനിധികൾക്ക് തഴച്ചു വളരാനുള്ള നല്ല മണ്ണാണ് കോൺഗ്രസ് ഒരുക്കുന്നത്. യൂത്ത് പെർവേർട്ടിനെ പോലെ മൂത്ത പെർവേർട്ടും കുറച്ചു കഴിയുമ്പോൾ പുറത്തിറങ്ങും, യാതൊരു ഉളുപ്പുമില്ലാതെ. അലക്കിത്തേച്ച കതറുമായി ഇവരിൽ നിന്നും സ്ത്രീകൾ അകലം പാലിക്കുകയല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പരിഹാരവും ഈ പ്രശ്നങ്ങൾക്കില്ല.